ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ജീൻസിനിടുന്ന ഒരു ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പെഷ്യലി ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഈ വള്ളി എങ്ങനെയാണ് കോർത്ത് കെട്ടുന്നതിന്, അതിന് ലൂപ്പ് എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജീൻസിനിടുന്ന ഒരു ഷോർട്ട് കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാം. അപ്പോൾ നമുക്ക് സ്മോൾ സൈസിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വരുന്നത് 42 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു 34 ഇഞ്ചസ് ചെസ്റ്റ് അളവൊക്കെ വരെ, അതായത് ഒരു മീഡിയം സൈസൊക്കെ വരെ നമുക്ക് ഞാൻ ഈ എടുക്കുന്ന മെഷർമെൻറ്റിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ മതിയാകും. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മെറ്റീരിയൽ ആണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് പ്ലസ് അതിന് വേണ്ടുന്ന തയ്യൽ തുമ്പ് ഒരു എക്സ്ട്രാ 2 ഇഞ്ച് കൊടുത്താൽ മതി. പിന്നെ സ്ലീവിന് വേണ്ടുന്ന ലെങ്ത്ത്, അപ്പോൾ അതും നമുക്ക് ആ ലെങ്ത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റണ്ണിങ് ആയിട്ട് നമുക്കിവിടെ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ സ്മോൾ ടു മീഡിയം സൈസൊക്കെ വരെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഒരു 1.25 മീറ്റർ കട്ട് ചെയ്ത് മേടിച്ചാൽ മതി കേട്ടോ. കുറച്ചും കൂടെ വലുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മീറ്റർ വരെ എടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് ഇതേ 1.25 മീറ്ററാണ് വന്നിട്ടുള്ളൂ. നമ്മുടെ ടേപ്പ് ഫുള്ളായിട്ട് വരുന്നത് 1.5 മീറ്ററാണ്. ഇവിടെ 1.25 മീറ്ററാണ് കേട്ടോ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഇതുപോലെ തുണി വീതി വിഡ്ത്ത് വൈസ് നമുക്ക് ഇതുപോലെ 2ആയിട്ട് മടക്കി പിന്നെ ഒന്നും കൂടെ ഇതുപോലെ 4ആയിട്ട് മടക്കി ഇടുക. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് താഴെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടുന്ന ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ലെങ്ത്ത് പ്ലസ് അത് വേണ്ടുന്ന തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 6.25 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. അതുപോലെ ആം ഹോളും അത്രയും തന്നെ എടുത്തിട്ട് ചെസ്റ്റിൻ്റെ അളവ് ഒരു 30 സൈസിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ 4/1 കണ്ട് 7.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ബോഡിക്ക് വേണ്ടുന്ന ലൂസ് പ്ലസ് തയ്യൽ തുമ്പ് നമുക്കൊരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആം ഹോള് നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ചെസ്റ്റ് അളവ് 10 ഇഞ്ച് ഒക്കെ വരെ നമുക്ക് അടയാളപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക പ്ലസ് തയ്യൽ തുമ്പ്. ഞാനിവിടെ 14.5 ഇഞ്ചസ് ആണ് ഷേപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ എടുത്തതിനേക്കാൾ 1 ഇഞ്ചൊക്കെ കുറച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ബാക്കിൽ കെട്ടുന്നതിന് വേണ്ടി ഒരു വള്ളി കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഷേപ്പ് ഒത്തിരി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വള്ളി വലിച്ച് കെട്ടി ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ സ്ലിറ്റിൻ്റെ അവിടുത്തെ അളവും നമ്മൾ മുകളിലെടുത്ത അളവ് തന്നെ സെയിം കൊടുക്കുക. അപ്പോൾ കുർത്തി ആകുമ്പോൾ ഇപ്പോൾ ഒരു ലൂസ് ടൈപ്പിനാണല്ലോ വെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ലൂസിന് തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതുപോലെ സ്ലിറ്റ് വരുന്ന പോർഷനും ഷേപ്പ് വരുന്ന പോർഷനും ഒന്ന് കട്ട് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം. 2.5 ഇഞ്ച് അകലവും ഒരു 3 അല്ലെങ്കിൽ 2.5 ഇഞ്ച് ലെങ്ത്തും കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതുപോലെ ടക്കിനിടുന്ന ബാക്കിൽ ടക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ടക്കിനിടുന്ന പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. മുകളിൽ നിന്ന് നമ്മളൊരു 10.5 ഇഞ്ചൊക്കെ ലെങ്ത്ത് അടയാളപ്പെടുത്തി സൈഡിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് വിഡ്ത്തും അടയാളപ്പെടുത്തി ഒരു പോയിൻ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ ഷേപ്പിന് അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആ പോയിന്റിൽ തന്നെ ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. പിന്നെ താഴേക്ക് ഒരു 3-4 ഇഞ്ച് മാറ്റിയിട്ട് ടോട്ടൽ ഒരു 10-11 ഇഞ്ച് ലെങ്ത്ത് വരാൻ പാകത്തിന് സ്ലിറ്റിൻ്റെ കട്ടിങ്ങിന് തൊട്ട് മുകളിൽ നിൽക്കാൻ പാകത്തിനും ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ടോട്ടൽ ഒരു മുകൾ ഭാഗത്തു നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 17.5 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ടക്ക് അടയാളപ്പെടുത്തുന്ന രീതിയിൽ തന്നെ പോയിന്റുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്ത് ഒരു സൈഡിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ മറു സൈഡിലും ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് പിടിച്ചു നോക്കി ഇതുപോലെ നമുക്ക് ചോക്കിന് മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്ന ഒരു രീതി. ബാക്കിയെല്ലാം സാധാ നോർമൽ ടോപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഒരു മോഡലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ടക്ക് അടയാളപ്പെടുത്തുന്ന പോയിന്റിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് 2 സൈഡിൽ നിന്നും 2 സൈഡിലേക്ക് ഓരോ 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് വരച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ ടക്ക് അടയാളപ്പെടുത്തുന്ന ആ രീതി തന്നെയാണ്, ടക്ക് അടിക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ വരച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ചൊക്കെ ലെങ്ത്ത് മതിയാവും കേട്ടോ, സ്മോൾ സൈസിന്. പിന്നെ ഫ്രണ്ട് പോർഷൻ കർവ് ചെയ്തെടുത്തു. പിന്നെ ബാക്കി വന്ന മെറ്റീരിയൽ ഇത് ഇത്രയുണ്ട്, അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ അടിഭാഗം കുറച്ച് ലൂസായിട്ടൊക്കെ ഉള്ള മോഡലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ മെഷർമെൻ്റ് എല്ലാം എടുത്ത് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നോർമൽ സ്ലീവ് ചെയ്യും പോലെ തന്നെ സ്ലീവ് കർവ് ചെയ്തെടുക്കുക. പിന്നെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നോർമൽ രീതിയിൽ തന്നെയാണ് കേട്ടോ. ബാക്കി നമ്മൾ കുറച്ചധികം മെറ്റീരിയൽ ഒരു 4-5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മെറ്റീരിയൽ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം രണ്ട് വള്ളിക്കായിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മടക്കി ഇടുമ്പം ഒരു പീസായാലും മതി. നമുക്ക് ലെങ്ത് എത്ര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സ്ട്രാ എടുക്കാം കേട്ടോ. പിന്നെ ബാക്കി വന്ന മെറ്റീരിയൽ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നെക്കിന് വേണ്ടുന്ന പീസും കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഫ്രണ്ട് നെക്കിന് ഞാൻ ആ സ്ക്വയർ പീസ് വെച്ചിട്ട് ആ ഷേപ്പ് വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും അതുപോലെ എടുക്കുക. പിന്നെ ബാക്കി വന്ന മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ലൂപ്പ് അടിക്കണമല്ലോ, വള്ളി ഇടുന്നതിന് വേണ്ടി ചെറിയ ലൂപ്പുകളുണ്ട്. അതിന് വേണ്ടിയിട്ടും നമ്മൾ 2 ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെയും ബാക്കി വന്ന മെറ്റീരിയലിൽ നിന്ന് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വള്ളിയുടെ അറ്റത്ത് വേണ്ടിയിട്ട് ചെറിയൊരു മണി പോലെ ടാസൽസ് ഇടില്ലേ, അത് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നെക്കിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത പീസുകളെല്ലാം വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഒരു മോഡൽ ആണല്ലോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നെക്കൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ചെയ്തെടുക്കുക. ബാക്ക് നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല, ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മളത് ജോയിൻ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തത് ചള്ള് വശത്താണ്. അപ്പോൾ നമുക്ക് നല്ല വശത്തേക്ക് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ലൂപ്സ് അടിച്ച് കൊടുക്കുന്നത് നല്ല വശത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ല വശത്തും ആ മാർക്കിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കണം. ആ ലൂപ്സ് ആ മാർക്കിങ്ങും ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ച് കൊടുത്തിട്ട് നമുക്ക് ഇൻ്റർവൽ ഓഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മളതൊന്ന് വരച്ചെടുക്കണം. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ലൂപ്പ് എവിടെയൊക്കെ വെക്കണം, നമുക്ക് ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഈ വള്ളിയെല്ലാം ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കാം. അപ്പോൾ ഈ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കാൻ താമസവും പാടൊക്കെയായതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് വളരെ പെട്ടെന്ന് രാത്രിയിൽ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ചെയ്തൊരു കുർത്തിയാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പം ഒരു 1.5 ഇഞ്ചൊക്കെ അകലം വെച്ച് ഇതുപോലെ നമുക്ക് ആ ലെങ്ത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണോ, എത്രമാത്രം അടുത്ത് ലൂപ്പ് വന്നോ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് നമുക്ക് ലൂപ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഇതുപോലെ തന്നെ വീതി കുറഞ്ഞ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 വള്ളിയും നമ്മളതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മുടെ മറ്റേ വലിയ നീളമുള്ള വള്ളി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകണം. പ്ലസ് നമുക്കതിൻ്റെ തയ്യൽ തുമ്പും വേണം. അപ്പം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ വള്ളി കടന്നു പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന തയ്യൽ തുമ്പ് എത്രയാണോ അതും കൂടെ ആഡ് ചെയ്തിട്ട്, ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ആഡ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1.5 ഇഞ്ചോളമൊക്കെ വരുന്നുണ്ട് കേട്ടോ ലെങ്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ലൂപ്സ് വേണമെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് എണ്ണം നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ടോട്ടൽ 2 സൈഡിലേക്കും 2 സൈഡിലും നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ 2 സൈഡിലേക്കും വേണ്ടുന്നത് ഇതുപോലെ ഒപ്പം വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ നല്ല വശത്തും ഉള്ളിലും അകത്തും പുറത്തും നല്ല വശത്തും ചള്ളുവശത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉള്ളിൽ നമ്മൾ ടക്കടിക്കുന്ന വീതിയും കാര്യങ്ങളും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെരിച്ചൊക്കെ തന്നെ. നമുക്ക് നല്ല വശത്ത് ഈ ലൂപ്പ് വെച്ച് കൊടുക്കാനുള്ള അവിടെ നമുക്ക് അത്രയും സ്ട്രെയിറ്റ് ആയിട്ട് മതി. ഇനി നമുക്ക് മുകളിലും താഴെയും വെക്കുന്ന പീസുകൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ലെങ്ത്ത് കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 പീസുകൾ എക്സ്ട്രാ എടുത്തിട്ട് ലെങ്ത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടക്കടിക്കുമ്പോൾ
വയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് കുറച്ച് തയ്യൽ തുമ്പ് കുറച്ച് സെൻറ്ററിലേക്ക് കൂട്ടിയല്ലേ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ലൂപ്പിൻ്റെ നീളം ഏറ്റവും മുകളിൽ വെക്കുന്നതിനും താഴെ വെക്കുന്നതിനും കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറുത് ആണ് ഏറ്റവും മുകളിലും താഴെയും വെക്കുന്നത്. എന്നിട്ട് നമ്മൾ വരച്ച ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ സ്ട്രെയിറ്റ് ആയിട്ട്, അപ്പോൾ ഒരേ പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല വശത്ത് തന്നെ വെച്ച് കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ആ ലൂപ്പിൻ്റെ മടക്ക് സെൻറ്റർ പോർഷനിലേക്ക് വരാൻ പാകത്തിന് വെച്ച് എല്ലാ പീസും വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ നമ്മൾ ടക്കിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയ ആ അടയാളം ഉണ്ടല്ലോ, ആ തയ്യൽ തുമ്പെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ലൂപ്പിൻ്റെ നീളം കുറച്ചിട്ടാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അവിടെ തയ്യൽ തുമ്പ് കുറച്ചാണ് വരുന്നത്. നമ്മൾ ചെരിഞ്ഞ് ഇങ്ങനെ സെൻറ്ററിലേക്ക് വീതി കൂടി അങ്ങനെ വരുന്ന രീതിയിലാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലൂപ്പ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടക്ക് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ലൂപ്സ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലും താഴെയും ലൂപ്സിൻ്റെ നീളം കുറച്ച് കൊടുത്തത് കേട്ടോ, കുറച്ച് കൊടുത്തത്. ഇനി നമ്മൾ രണ്ട് സൈഡിലും ചെയ്തെടുത്തത് ഇനി നമുക്ക് നമ്മുടെ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ വള്ളി ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ അത് വള്ളി കയറ്റി കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ മുകളിൽ നിന്ന് തന്നെ വേണം എപ്പോഴും കയറ്റി കൊടുക്കുക. നമ്മൾ ഒരെണ്ണം മുകളിൽ നിന്നും ഒരെണ്ണം താഴെ നിന്ന് അങ്ങനെ കയറ്റി കൊടുക്കരുത്. മുകളിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ പാകത്തിന് ശ്രദ്ധിക്കുക. ആദ്യം ഒരു സൈഡിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പം ഒന്നിടവിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരെണ്ണം വിട്ടു അടുത്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴും മുകളിൽ നിന്ന് നമ്മൾ ഈ ലൂപ്സിലേക്ക് വള്ളി കയറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡിലേക്ക് എത്തിയതിന് ശേഷം വള്ളി നമുക്കൊന്ന് വലിച്ചു കൊടുക്കാം. കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിങ്ങനെ വലിഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇങ്ങനെ വലിച്ച് കറക്റ്റാക്കി എടുക്കാം കേട്ടോ. രണ്ട് സൈഡിലേക്ക് ഈക്വലായിട്ട് ലെങ്ത്ത് വരാൻ പാകത്തിന് കറക്റ്റാക്കി എടുത്തതിന് ശേഷം മറ്റേ സൈഡും നമുക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുക. അതും മുകളിൽ നിന്ന് തന്നെ കയറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പാടില്ല, ഇടാത്തത് നമ്മൾ ഒന്നട വിട്ടാണല്ലോ ഒരു സൈഡ് ഇട്ട് പോയത്. അപ്പോൾ മറ്റേ സൈഡും അതുപോലെ തന്നെ ഒന്നട വിട്ട് ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത അറ്റം രണ്ടും ഈക്വലായിട്ട് താഴെ വന്നതിന് ശേഷം നമ്മളതിന് അറ്റത്തേക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡയഗണൽ ഷേപ്പിലാണ് നമ്മൾ എടുത്തത്. ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, രണ്ട് പീസ്. ആ രണ്ട് പീസും ഇതിനറ്റത്തേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വള്ളിയുടെ അറ്റം നല്ല ഭംഗിയിൽ കിടന്നോളൂ. അങ്ങനെ ടാസൽസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് വള്ളി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ചെരിഞ്ഞ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കിതിങ്ങനെ വിടർത്തി ഇട്ട് കഴിഞ്ഞാൽ ഡംബൽ ഷേപ്പിൽ അങ്ങനെ കിടന്നോളും. അതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഈ മോഡലിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വള്ളി എന്നിട്ട് വലിച്ച് കെട്ടി യൂസ് ചെയ്യാം. അഴച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഷോൾഡറെല്ലാം ജോയിൻ ചെയ്ത് സ്ലീവും പിടിപ്പിച്ച് സൈഡ് അടിച്ച് സ്ലിറ്റൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ സ്റ്റിച്ചിങ് ഞാനിതിൽ കാണിച്ചിട്ടില്ല. നമുക്ക് ഈ മോഡലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ട് ടൈറ്റായിട്ട് വേണമെങ്കിൽ വലിച്ച് കെട്ടാം, കുറച്ചും കൂടെ ലൂസായിട്ട് കെട്ടണമെങ്കിൽ അങ്ങനെ കെട്ടാം. അപ്പോൾ ആ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോർത്ത് വരുന്നത് അതിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.